നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിലുള്ളവർ തീർച്ചയായിട്ടും രേഖകൾ ഇപ്പോൾ തന്നെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അതുമല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിൽ ഹാജരാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണിത്. സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് അറിയിക്കുന്ന ഉത്തരവിൻ പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുണ്ടാകും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു ഉത്തരവ് ബാധകമല്ല. അതിൽ താഴെയുള്ളവരാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ വിവാഹിതരല്ല എന്നുമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടത്. സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കണം. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. നമ്മളുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം. അതിനുശേഷം ലഭിക്കുന്ന രേഖകൾ ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഏൽപ്പിക്കണം. അതിനുശേഷം അവിടുന്ന് ഉദ്യോഗസ്ഥർ 2025 ഫെബ്രുവരി മാസം 28 മുൻപ് അപ്ലോഡ് ചെയ്യും. സേവനയുടെ സൈറ്റിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ചിലപ്പോൾ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. കാരണം അവർക്ക്, അതായത് പഞ്ചായത്ത് അധികൃതർക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് 2025 ഫെബ്രുവരി മാസം അവസാനം വരെ ഈ രേഖകൾ സേവനയുടെ സൈറ്റിലേക്ക് ചേർക്കാൻ വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഈ രേഖകൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തുകൊള്ളും. 2025 മുഴുവനും നമുക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു ഭവന വായ്പാ പദ്ധതി ഒരുങ്ങുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. ഈടില്ലാതെ, അതായത് ഉദ്യോഗസ്ഥ ജാമ്യമോ അതോടൊപ്പം തന്നെ വസ്തു ജാമ്യമോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് 20 ലക്ഷം രൂപ വരെ 30 വർഷ തിരിച്ചടവ് കാലാവധിയിൽ ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കീം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. യൂണിയൻ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ നിലവിൽ കൃത്യമായിട്ട് ഒരു വരുമാന മാർഗമുള്ള, അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് സംവിധാനങ്ങളുള്ളവർക്കായിരിക്കും ആനുകൂല്യം വിതരണം ചെയ്യുക. പൊതുമേഖലാ ബാങ്കുകളുമൊക്കെയായിട്ട് സഹകരിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കപ്പെടുക. സിബിൽ സ്കോർ അതോടൊപ്പം തന്നെ തിരിച്ചടവിനുള്ള നമ്മളുടെ പക്കലുള്ള സംവിധാനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധന വിധേയമാക്കിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ ബാങ്കുകൾ വായ്പകൾ നൽകുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ രാജ്യത്തെ കർഷകർക്ക് യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്ക് 2025 സ്കീമിലേക്ക് അപേക്ഷിക്കാൻ ഈ ജനുവരി മാസം 15-ാം തീയതി മുതൽ തുടക്കമാകും. ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ച നിശ്ചിത ദിവസങ്ങൾക്കകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ ഉണ്ടാകും. നിലവിൽ 40% അതിന് മുകളിലും എല്ലാം സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ കർഷകരുടെ ജോലിഭാരം ലഘൂകരിക്കുന്ന വിവിധ യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള സബ്സിഡി ആയിരിക്കും ഇവിടെ വിതരണം ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, എല്ലാ വീടുകളിലും ഗ്യാസ് സിലിണ്ടർ കാണും. ഗ്യാസ് സിലിണ്ടർ ഉള്ളവരുടെ ഇലക്ട്രോണിക് KYC ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കുള്ള അവസാന തീയതി നാളെ ഇതുവരെയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ ഇപ്പോഴും സംവിധാനങ്ങളുണ്ടാകും. നിലവിൽ ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ ചിലപ്പോൾ സംവിധാനങ്ങളുണ്ടാകും. അതല്ലെങ്കിൽ ഏജൻസിയിൽ നേരിട്ടെത്തി ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററിലും ആശ്രയിക്കാം. ഇത്തരത്തിൽ എല്ലാ ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കളും ഇത് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ഇലക്ട്രോണിക് KYC ചെയ്യേണ്ടത്. ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥതകളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് മാറുക. അതിനുശേഷം ഇലക്ട്രോണിക് KYC ചെയ്തുകൊള്ളുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.